ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കോണ്ടോർ ഡിറ്റക്ഷൻ ആണ്. സോ കോണ്ടോർസ് അല്ലെങ്കിൽ ഔട്ട്ലൈൻ ഡിറ്റക്ഷൻ. സോ ഇതുപയോഗിച്ച് നമുക്കൊരു ഇമേജിൽ എന്തൊക്കെ ഒബ്ജക്റ്റ് ഉണ്ടോ അതെല്ലാം ഡിറ്റക്ട് ചെയ്ത ശേഷം അതിന് ചുറ്റും നമുക്ക് ഇതുപോലെ ഒരു ഔട്ട്ലൈൻ ഇതുപോലെ വരയ്ക്കാൻ സാധിക്കും. സോ നമ്മൾ എഡ്ജ് ഡിറ്റക്ഷൻ പഠിച്ചിരുന്നു. അതിനേക്കാളും കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് കോണ്ടോർ ഡിറ്റക്ഷൻ. ഇതുപയോഗിച്ച് നമുക്ക് OpenCV പ്രൊജക്റ്റുകൾ, കമ്പ്യൂട്ടർ വിഷൻ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്പ് അനാലിസിസ് ചെയ്യാം, അതുപോലെ ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും, അതുപോലെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഇമേജിൽ എത്രത്തോളം ഒബ്ജക്റ്റ് ഉണ്ടെന്ന്, ഇപ്പോൾ ഉദാഹരണമായി നമ്മൾ ഈ ഒരു ഇമേജിൽ നമുക്ക് 5 ഫ്രൂട്ട് ഉണ്ട്. സോ നമ്മളിത് കോണ്ടോർ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് എത്ര കോണ്ടോർസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഒരു ഇമേജിൽ നിന്നുള്ള ഒബ്ജക്റ്റിനെ കൗണ്ടിങ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ ഇമേജ് നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്നു. അതിനുശേഷം നമ്മളത് ഗ്രേ സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിതിൻ്റെ ത്രെഷോൾഡിങ് കാണുന്നു, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ എഡ്ജ് ഡിറ്റക്ട് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രം നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ. OpenCVയുടെ ഡോക്യുമെൻറ്റേഷൻ പ്രകാരം നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ ഇത് ത്രെഷോൾഡിങ് ചെയ്യണം, അല്ലെങ്കിൽ എഡ്ജ് ഡിറ്റക്ഷൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഫൈൻഡ് ആൻഡ് ഡ്രോ കോണ്ടേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ആദ്യം നമ്മൾ ഫൈൻഡ് കോണ്ടേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എത്ര കോണ്ടേഴ്സ് ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്യുന്നു. അതിനുശേഷം അത് ഡ്രോ ചെയ്യുന്നു. ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു റിസൾട്ട് ലഭിക്കുന്നു. ഈ കാര്യമാണ് നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ ചെയ്യാൻ പോകുന്നത്. നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. VS കോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ fruits.jpg എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. സോ നമ്മളിത് ഇവിടെ ഇൻപുട്ടിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇമേജ് നമ്മളിവിടെ ഇമേജ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ താഴെ ഷോ ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്ത ശേഷം നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഗ്രേ സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ നമ്മളിവിടെ ഗ്രേ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം cv.cvt കളർ. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ ഏത് ഇമേജാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, ഇമേജ്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് cv.bgr2 എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. സേവ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഷോ ചെയ്യിക്കാം. സോ നമ്മളിവിടെ വിൻഡോ നെയിം ഗ്രേ എന്ന് കൊടുക്കുന്നു. നമ്മളിതെല്ലാം ഷോ ചെയ്യിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. സേവ് ചെയ്യുന്നു. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ ഇമേജ് ലഭിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഗ്രേ സ്കെയിൽ ഇമേജ് ലഭിക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ത്രെഷോൾഡിംഗ് ആണ്. സോ നമ്മൾ cv.threshold എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. cv.threshold. സോ ഇത് നമ്മൾ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മൾ ആദ്യം റിട്ടേൺ, അതുപോലെ ത്രഷ് എന്ന് ഇതിലായിരിക്കും നമ്മുടെ ഇമേജ് ത്രെഷോൾഡ് ചെയ്ത ഇമേജ് സ്റ്റോർ ആയിട്ടുണ്ടായിരിക്കുക. ഇതിനുള്ളിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഇമേജ് നെയിമാണ്. സോ നമ്മളിവിടെ കൊടുക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ഗ്രേ ഇമേജ് ആണ്. അതിനുശേഷം നമ്മൾ ത്രെഷോൾഡ് കൊടുക്കുന്നു. ഒരു 200,255 കൊടുക്കുന്നു. അതിനുശേഷം cv.threshold ബൈനറി കൊടുക്കുന്നു. ത്രെഷോൾഡ് ബൈനറി. സേവ് ചെയ്യാം. ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ത്രെഷോൾഡ് ചെയ്ത ഇമേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ വിൻഡോ നെയിം ത്രഷ് എന്ന് കൊടുക്കുന്നു. വിൻഡോ നെയിം ത്രഷ്. അതുപോലെ നമ്മുടെ വേരിയബിൾ നെയിം ത്രഷ് എന്ന് കൊടുക്കുന്നു. വേരിയബിൾ നെയിം ത്രഷ്. സേവ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് ലഭിക്കുന്നത്. സോ നമുക്ക് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഇതിനെ നമുക്ക് ഇൻവേഴ്സ് ചെയ്യേണ്ടതുമുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് ത്രെഷോൾഡ് ബൈനറി ഇൻവേഴ്സ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ ഫ്രൂട്ടിൻ്റെ ഭാഗം മാത്രം നമുക്ക് വൈറ്റ് കളറിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഇത് നമ്മളൊരു 200-ൽ നിന്നും ഒരു 230 കൊടുക്കാം. 230. സേവ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഇമേജ് ഗ്രേ സ്കെയിൽ നമ്മൾ ത്രെഷോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ് ഒരു 235 കൊടുക്കാം. 235 കൊടുത്ത് നോക്കാം. സോ കംപ്ലീറ്റ്ലി വൈറ്റ് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാം. റൺ ചെയ്യാം. 235 നല്ലൊരു റിസൾട്ടാണ് ലഭിക്കുന്നത്. സോ വലിയ വ്യത്യാസമില്ല. എന്നാൽ നമുക്ക് 235 തന്നെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇനി കൗണ്ടേഴ്സ് ഫൈൻഡ് ചെയ്യണം. കൗണ്ടേഴ്സ് ഫൈൻഡ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് cv.find കോണ്ടേഴ്സ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഫൈൻഡ് കോണ്ടേഴ്സ്. സോ ഈ മെത്തേഡ് 2 വാല്യൂ റിട്ടേൺ ചെയ്യും. ആദ്യത്തെ നമ്മുടെ കോണ്ടേഴ്സ് എന്ന് കൊടുക്കാം. കോമ കൊടുത്ത ശേഷം രണ്ടാമത് ഹെയറാർക്കി എന്ന് പറയുന്നൊരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. സോ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല തൽക്കാലം. അതുകൊണ്ട് തന്നെ നമ്മളതൊരു അണ്ടർസ്കോർ കൊടുക്കുന്നു. ഇതുപോലെ 2 വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ ഫൈൻഡ് കോണ്ടേഴ്സ് ഫംഗ്ഷനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഇമേജ് നെയിമാണ്. സോ നമ്മൾ ത്രഷ് എന്ന് പറയുന്ന ഇമേജാണ് കൊടുക്കുന്നത്. അതിനുശേഷം റീട്രീവൽ മെത്തേഡാണ്. സോ നമ്മളിവിടെ cv.retrieval നമ്മൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ ട്രീ കൊടുക്കുന്നു. അതിനുശേഷം കോമ കൊടുക്കുന്നു. ശേഷം നമ്മൾ കൊടുക്കേണ്ടത് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. സോ നമ്മളിവിടെ cv.chain എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചെയിൻ അപ്രോക്സിമേഷൻ സിമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈക്വൽ ടു കൊടുക്കുക. സോ നമ്മൾ കോണ്ടേഴ്സിൽ നമ്മുടെ ഈ ഒരു ഇമേജിലെ കോണ്ടേഴ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും.
നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കോണ്ടേഴ്സ് ഡ്രോ ചെയ്യണം. സോ നമുക്ക് ഓരോ ഫ്രൂട്ടിന് മുകളിൽ നമുക്കൊരു ഔട്ട്ലൈൻ ഇതുപോലെ ഡ്രോ ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ട പോലെ ഔട്ട്ലൈൻ ഡ്രോ ചെയ്യണം. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് cv.draw കോണ്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനാണ്. സോ ഇതിനുള്ളിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഇമേജ് നെയിമാണ്. ഏത് ഇമേജിന് മുകളിലാണ്? സോ നമ്മൾ നമ്മുടെ ഒറിജിനൽ ഇമേജിന് മുകളിലാണ് ഇത് ഡ്രോ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് കോണ്ടേഴ്സ് ആണ്. കോണ്ടേഴ്സ് നമ്മുടെ വേരിയബിൾ നമുക്ക് കോണ്ടേഴ്സ് ലഭിച്ച വേരിയബിൾ ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ -1 കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിലുള്ള എല്ലാ ഒബ്ജക്റ്റിന് മുകളിലും ഇത് ആ ഒരു കോണ്ടേഴ്സ് ഡ്രോ ചെയ്യുന്നതായിരിക്കും. സോ 1 by 1 കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഓരോ സെപ്പറേറ്റ് ഫ്രൂട്ടിന് മുകളിലായിരിക്കും ഡ്രോ ചെയ്യുന്നത്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ നമ്മൾ -1 തൽക്കാലം കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ കളറാണ്. ഏത് കളറാണ് നമ്മൾ കൊടുക്കുന്നത്? സോ നമ്മൾ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. സോ നമ്മൾ 20255 BGR ഫോർമാറ്റാണ്. സോ നമ്മൾ കോമ കൊടുക്കുക. അതിനുശേഷം നമ്മൾ തിക്നെസ് ആണ് 3 കൊടുക്കുന്നു. അതിനുശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. സോ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഇവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാം, നമുക്ക് ഇപ്പോൾ ഇമേജും അതിനുള്ളിൽ ഒരുപാട് ചെറിയ പോയിൻറ്റ്സ് ഒക്കെ ഇതുപോലെ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. സോ നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്കതിൻ്റെ ഔട്ട്സൈഡിൽ മാത്രം മതിയെന്ന് കരുതുക. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തൽക്കാലം ഈ റിട്രീവൽ മെത്തേഡ് ട്രീക്ക് പകരമായി നമ്മൾ എക്സ്റ്റേണൽ കൊടുക്കുക. എക്സ്റ്റേണൽ സേവ് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു ഗ്രേയും നമ്മൾ തൽക്കാലം അത് ഷോ ചെയ്യിക്കേണ്ട ആവശ്യമില്ല. ഗ്രേയും ത്രഷോൾഡ് നമുക്ക് ഡിസേബിൾ ചെയ്യാം. സേവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഓരോ ഫ്രൂട്ടിനും ചുറ്റുഭാഗത്തായി ഇതുപോലെ നമുക്കൊരു ഔട്ട്ലൈൻ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ 5 ഫ്രൂട്ട്സ് ആണുള്ളത്. സോ നമ്മളിവിടെ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ -1 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സും സെലക്ട് ആവും. സാധാരണമായി നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റ് മാത്രമേ സെലക്ട് ആവുകയുള്ളൂ, 0. നമ്മുടെ ഈ ഒരു ഓറഞ്ച് മാത്രം സെലക്ട് ആയി. ഈ ഒരു രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. സോ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തത്. സോ നമുക്ക് എത്ര ഒബ്ജക്റ്റ് ആണോ ഉള്ളത് അതൊരു അറേ രൂപത്തിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻഡെക്സ് ഓരോന്നിനും ഇൻഡെക്സ് നമ്പർ ആയിരിക്കും. 0, 1, 2 ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടായിരിക്കും. സോ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പപ്പായ സെലക്ട് ആവുന്നതായിരിക്കും. സോ -1 ആണെങ്കിൽ അതിലുള്ള എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ആവുന്നതായിരിക്കും. സോ -1 കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നു. സോ ഇനി നമുക്ക് കോണ്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൽ എത്ര കോണ്ടേഴ്സ് ആണ് ഉള്ളത് എന്നാണ് സ്റ്റോർ ആയിട്ടുള്ളത്. നമുക്ക് ഉദാഹരണമായി അതിൻ്റെ ലെങ്ത്ത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ എത്ര ഫ്രൂട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മൾ പ്രിൻറ്റ് ലെങ്ത് ഓഫ് കോണ്ടേഴ്സ് എന്ന് കൊടുക്കാം. കോണ്ടേഴ്സ് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ നോക്കിയാൽ കാണാം 5 എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. 5 ഫ്രൂട്ട്സ് ആണ് ഇതിലുള്ളത്. സോ നമുക്കിവിടെ നോക്കിയാൽ കാണാം 1, 2, 3, 4, 5. നമ്മുടെ 5 ഫ്രൂട്ട്സ് ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്തു. ആ ഒരു നമ്പർ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു കോണ്ടേഴ്സ് ഉപയോഗിച്ച് നമുക്കൊരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒബ്ജക്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കൗണ്ടിങ് വരെ ചെയ്യാൻ സാധിക്കും. സോ ഒരുപാട് കമ്പ്യൂട്ടർ വിഷൻ പ്രൊജക്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഈ കോണ്ടേഴ്സ് എന്ന് പറയുന്നത്.